പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ ദിവസത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് എത്രയും മധുരമുള്ളവ എന്ന് തോന്നിക്കുന്ന, അല്ല എങ്കിൽ എത്രയും നല്ലതെന്ന് നമ്മുടെ ഉള്ളിൽ തോന്നിക്കുന്ന, നമ്മെ രസിപ്പിക്കുന്ന, നമുക്ക് ഇഷ്ടം തോന്നുമാറ് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണുവാനും അനുഭവിക്കുവാനും ഇടയാകുന്നുണ്ട്. എന്നാൽ എല്ലാറ്റിനേക്കാളുപരിയായി മാധുര്യമേറിയതാണ് യേശു കർത്താവിൻ്റെ തിരുവായ്മൊഴികൾ, ദൈവത്തിൻ്റെ തിരുവചനം. ആമേൻ. അത് എത്ര മധുരമാണ്, എത്ര നല്ലതാണ്. എത്ര പേർ തിരുവചനം വായിക്കുന്നതിലും ധ്യാനിക്കുന്നതിലും കേൾക്കുന്നതിലും അത് പ്രമാണിക്കുന്നതിലും രസിക്കുന്നുണ്ട്, അത് നല്ലതെന്ന് കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. വചനം നമ്മെ വഴി നടത്തും. നാം ആഗ്രഹിക്കുന്ന തുറമുഖത്ത് വചനം നമ്മെ കൊണ്ട് എത്തിക്കുവാനിടയായി തീരും. നമുക്കൊരു വേദഭാഗം വായിക്കാം. 119 സങ്കീർത്തനങ്ങൾ, അതിൻ്റെ 103 വചനം. തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എൻ്റെ വായ്ക്ക് തേനിലും നല്ലത്. അതെ, തേനെന്ന് പറയുമ്പോൾ തേൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ കാണില്ല. എല്ലാവർക്കും തേനെന്ന് പറയുമ്പോൾ ഇഷ്ടമുള്ളതാണ്. കാരണം അതിൽ ഇഷ്ടക്കേട് തോന്നുന്ന യാതൊരു കാര്യങ്ങളും ഇല്ല. എന്നാൽ ഇവിടെ വായിക്കുന്നു തിരുവചനം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൽ നിന്ന് വായിൽ നിന്ന് പുറപ്പെട്ട, ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട ഓരോ വാക്കുകളും ഓരോ വചനങ്ങളും നമ്മുടെ വായിക്ക് തേനിനും നല്ലതായിരിക്കുന്നു. സ്തോത്രം. എന്നാൽ പലരും അതിനെ ഉപേക്ഷയായി വിചാരിക്കുന്നു. ആമേൻ. സ്തോത്രം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിനെന്ന് വായിക്കുന്നത് പോലെ ആരാണോ അത് രുചിച്ചറിഞ്ഞത് അവർക്ക് തങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറയുവാൻ കഴിയും, തിരുവചനം വായിക്കുക. ആമേൻ. സ്തോത്രം. എത്ര നല്ലതാണെന്ന്. അത് അണ്ണാക്കിന് എത്ര മധുരം. പ്രീതി മക്കളെ, ഇന്ന് ലോകത്ത് നാം നോക്കുകയാണെങ്കിൽ ആമേൻ. സ്തോത്രം. യൂട്യൂബ് ഷോർട്സ്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് റീൽസ്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ മനസ്സിനും നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ വായിക്കും നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ജീവിതത്തിനും വളരെ മധുരമായതും മാധുര്യമേറിയതും നല്ലതുമായി നമ്മുടെ കണ്ണിന് ഇൻപമുള്ളതായി നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അതിൻ്റെ അവസാനമോ നാശകരമാകുന്നു. ആമേൻ. സ്തോത്രം. ബുദ്ധിപൂർവ്വം നാം കൈകാര്യം ചെയ്തില്ല എങ്കിൽ അത് നാശത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും. എന്നാൽ തിരുവചനമോ എപ്പോഴും ഏത് സാഹചര്യത്തിലും എത്ര വേണമെങ്കിലും എല്ലായ്പ്പോഴും നമുക്ക് വായിക്കാം, ഗ്രഹിക്കാം, ധ്യാനിക്കാം, പഠിക്കാം, അത് പ്രമാണിക്കാം. പ്രൈസ് ദി ലോർഡ്. അത് എപ്പോഴും നമ്മുടെ അണ്ണാക്കിന് മധുരമാണ്, എപ്പോഴും നമുക്ക് നല്ലതാണ്. അത് 19 സങ്കീർത്തനങ്ങൾ, അതിൻ്റെ 12, 11 വചനത്തിൽ അല്ലെങ്കിൽ 10 വചനത്തിൽ വായിക്കുന്നു, തേനിലും തേൻ കട്ടയിലും മധുരമുള്ളവ. സ്തോത്രം. അത്രമാത്രം യഹോവയുടെ വിധികൾക്ക്, യഹോവയുടെ വചനങ്ങൾക്ക് പ്രാധാന്യതയുണ്ട്. എന്തിനാണ് ഇത്ര പ്രാധാന്യം കൊടുത്ത് വചനത്തെ പറയുന്നതെന്നാൽ, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 34 അധ്യായം അതിൻ്റെ 16 വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല. അതെ, നമ്മുടെ ഏത് വിഷയത്തിൻ്റെ മറുപടിയും വചനത്തിലുണ്ട്. നാം പ്രതീക്ഷിക്കുന്ന എല്ലാത്തിൻ്റെ ഉത്തരങ്ങളും വചനത്തിലുണ്ട്. അതിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. അതായത് ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് പറയുന്നുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ആൻസറും വചനത്തിൽ തന്നെയുണ്ട്. ആമേൻ. അതിന് ഇണയില്ലാതിരിക്കുകയില്ല. അവൻ്റെ വായല്ലോ കൽപ്പിച്ചത്. സാധാരണ ലോകത്തിലുള്ള പുസ്തകങ്ങൾ പല ശാസ്ത്രജ്ഞന്മാരും അല്ലായെങ്കിൽ പല തത്വജ്ഞാനികളും അവരുടെ വായിൽ നിന്ന് വന്ന വാക്കുകളാണ്, അവരൊക്കെ മൺമറഞ്ഞുപോയി. എന്നാൽ ആമേൻ. സ്തോത്രം. നിത്യനായ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ, ഹല്ലേലൂയ, ആമേൻ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ തിരുവായ് മൊഴികളാണ് ഈ വചനങ്ങൾ. ആമേൻ. അവൻ്റെ വായല്ലോ കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവ്
ആത്മാവത്രേ അവയെ കൂട്ടി വരുത്തിയത്. അതാണ് വചനത്തിൻ്റെ പ്രത്യേകത. ദൈവത്തിൻ്റെ ആത്മാവാണ് ഇതിനെ ഒന്നായിട്ട് കൂട്ടി വരുത്തിയത്. നമുക്കറിയാം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം ഇതൊക്കെ മോശയുടെ പുസ്തകങ്ങളാണ്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭത്തിങ്കിലൊന്നും മോശ ഉണ്ടായിരുന്നില്ല. ആരാണ് മോശയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത്? അബ്രഹാമിനെക്കുറിച്ചും ആദിമപിതാക്കളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആരാണ് മോശയ്ക്ക് വെളിപ്പെടുത്തിയത്? ദൈവത്തിൻ്റെ ആത്മാവ്. അതുപോലെ തന്നെ അതേ തുടർന്ന് പ്രവാചകന്മാർക്ക്, അപ്പോസ്തലന്മാർക്ക് ഒക്കെ ആമേൻ സ്തോത്രം സകലതും അവൻ വെളിപ്പെടുത്തി അതിനെ കൂട്ടുവരുത്തിയത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, ദൈവത്തിൻ്റെ ആത്മാവ് കൂട്ടിവരുത്തിയ വചനങ്ങൾ അതെത്ര നല്ലതാണ്, എത്ര ആമേൻ സ്തോത്രം മധുരമുള്ളവയാണ്. ആയതിനാൽ ഈ നാളുകളിൽ ഈ വചനത്തെ അന്വേഷിച്ച് വായിച്ച് നോക്കാം, അതിനെ കണ്ടെത്തി ഭക്ഷിക്കാം. ഹല്ലേലൂയ. അവൻ എങ്ങനെയാണോ തേനിനെ, തേൻകട്ടയെ ആമേൻ ആർവത്തോടെ ഉത്സാഹത്തോടെ നാം കഴിക്കുന്നുവോ അതുപോലെ തന്നെ മധുരമുള്ളതായി വചനത്തെ കണ്ട് നാം വായിച്ചു തുടങ്ങിയാൽ അതിൻ്റെ മാഹാത്മ്യം വലുതാണ്. ഈ നാളുകളിൽ അധികമായി നമുക്ക് തിരുവചനം വായിക്കാം, ധ്യാനിക്കാം, അതിനെ ഗ്രഹിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവകരങ്ങളെ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. വചനപ്രകാരം ജീവിക്കാം. അതേ വചനത്താൽ നമുക്ക് ജീവിക്കുവാൻ ഇടയായിത്തീരും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഈ ഭൂമിയിൽ ഒത്തിരി മാധുര്യമേറിയ അവൻ മധുരപ്പെടുത്തുന്ന, മധുരം നൽകുന്ന കർത്താവേ സ്തോത്രം, ഇൻപം തോന്നിക്കുന്ന, നല്ലതെന്ന് തോന്നിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ അതിൻ്റെ അവസാനമോ കയ്പും ആമേൻ സ്തോത്രം നാശകരവുമാകുന്നുവല്ലോ. എന്നാൽ തിരുവചനം വായിക്കും, അണ്ണാക്കിന് ഇത്ര മധുരം കർത്താവ്, അതത്ര നല്ലതാണ്. ഈ നാളുകൾ കർത്താവ് അങ്ങയുടെ വായ്മൂലം അങ്ങാരോട് ചെയ്ത വാക്കുകളെ, അങ്ങയുടെ ആ കൂട്ടിവരുത്തിയ വചനങ്ങളെ വായിച്ച് ധ്യാനിച്ചതനുസരിച്ച് അവയാൽ ജീവിക്കുവാൻ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.